വീടാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക. ഒരു നൂറ്റാണ്ടിനെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണിവ. കൂട്ടുകാരെ, നമുക്കറിയാം നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി, ലോകം മുഴുവൻ ആദരിക്കുന്ന നേതാവ്, ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്രാവലോകനം ഉൾപ്പെടെ ഒരുപാട് കൃതികൾ രചിച്ച മഹാനായ ഗ്രന്ഥകാരൻ, ഐക്യരാഷ്ട്രസഭയിലും ചേരിചേരാ കൂട്ടായ്മയിലും ഒക്കെ ഇന്ത്യയുടെ ശബ്ദം മുഴങ്ങി കേൾക്കാൻ കാരണമായ മികച്ച പ്രാസംഗികൻ. നൂറ്റാണ്ടുകൾ നമ്മെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്നും മോചനം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖൻ. ദാരിദ്ര്യവും നിരക്ഷരതയും കലാപങ്ങളും ഒക്കെയായി ഏറെ പിന്നിലായിരുന്ന നമ്മുടെ രാജ്യത്തെ മുമ്പോട്ട് നയിച്ച നവഭാരത ശില്പി. അങ്ങനെയുള്ള ജവഹർലാൽ നെഹ്റു എങ്ങനെയാണ് കുട്ടികളുടെ ചാച്ചാജിയായി മാറിയത്? അദ്ദേഹത്തിന്റെ ജന്മദിനം എന്തുകൊണ്ടാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത്? തന്റെ വെളുത്ത കുപ്പായത്തിൽ എപ്പോഴും കൂടെ കരുതിയിരുന്ന പനിനീർ പൂവിനെ പോലെ നിർമ്മലനായിരുന്ന ചാച്ചാജിക്ക് കുട്ടികളെ ഏറെ ഇഷ്ടമായിരുന്നു. നമ്മൾ കുട്ടികൾ മിടുക്കരായി പഠിച്ചു കൊലച്ചു വളർന്നാൽ അതാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര തിരക്കിനിടയിലും കുട്ടികളോട് സമയം ചിലവഴിക്കുവാനും സംസാരിക്കുവാനും അവർക്ക് നല്ല നല്ല സമ്മാനങ്ങൾ നൽകുവാനും അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നു. ചാച്ചാജി മകളായി നിലയ്ക്ക് ജയിലിൽ നിന്നും അയച്ച കത്തുകൾ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ പുസ്തകമായിട്ടുണ്ട്. ആ കത്തുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും പ്രകൃതിയും ഒക്കെ വിഷയമായിട്ടുണ്ട്. മുഴുവൻ കുട്ടികൾക്കുമായാണ് ആ കത്തുകൾ. അങ്ങനെയുള്ള ചാച്ചാജിയെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം, പഠിക്കണം. ഇന്ന് ലോകത്ത് ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് പോലും കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്ന എത്ര വാർത്തകളാണ് നാം ദിവസവും കേൾക്കുന്നത്. ഈ ശിശുദിനത്തിൽ ലോകമെമ്പാടുമുള്ള കുട്ടികളെ കുറിച്ച്, അവരുടെ അവകാശങ്ങളെ കുറിച്ച് നാം ബോധവാന്മാരാകണം.